ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം തിരൂരങ്ങാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ത്വക്ക് രോഗ വിഭാഗത്തിൽ ഡോക്ടർ എത്തി. കഴിഞ്ഞ 8 മാസമായി താലൂക്ക് ആശുപത്രിയിൽ ത്വക്ക് രോഗ വിഭാഗത്തിൽ ഡോക്ടർ ഇല്ലാത്തതിനാൽ ഇവിടെ എത്തുന്ന രോഗികൾ പ്രയാസത്തിലായിരുന്നു. ഇവിടെയുണ്ടായിരുന്ന ത്വക്ക് രോഗ ഡോക്ടർ ഒഴിഞ്ഞുപോയതിനു ശേഷം പകരം ഡോക്ടറെ നിയമിച്ചില്ലായിരുന്നു. ദിനംപ്രതി 2000-ലേറെ രോഗികൾ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്നുണ്ട്. ത്വക്ക് രോഗ വിഭാഗത്തിൽ ഡോക്ടർ ഇല്ലാത്തതിനാൽ സാധാരണക്കാരടക്കം ഇവിടെ എത്തുന്ന രോഗികൾക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലായിരുന്നു. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഒഴിവുകൾ വന്ന ത്വക്ക് രോഗ വിഭാഗത്തിലേക്കും ആശുപത്രി സൂപ്രണ്ട് സ്ഥാനത്തേക്കും അടിയന്തരമായി ആളെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് കളത്തിങ്കൽപ്പാറ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക മുഖേന ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും കഴിഞ്ഞ ദിവസം നിവേദനം നൽകിയിരുന്നു. ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് ത്വക്ക് രോഗ വിഭാഗത്തിലേക്ക് ഡോക്ടറെ നിയമിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്നുള്ള ഡോക്ടർ അപർണയാണ് ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ ത്വക്ക് രോഗ വിഭാഗത്തിൽ ചാർജ് എടുത്തിരിക്കുന്നത്. ഒഴിവ് വന്ന സൂപ്രണ്ട് പദവിയിലേക്ക് ഉടൻ നിയമനം ഉണ്ടാകുമെന്നും ആവശ്യമായ നിർദ്ദേശം ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നൽകിയിട്ടുണ്ടെന്നും മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ടെന്നും അഷ്റഫ് കളത്തിങ്കൽപ്പാറ പറഞ്ഞു. എൻലൈറ്റ് ന്യൂസ്, തിരൂരങ്ങാടി.